രാത്രികാലങ്ങളിലെ അജ്ഞാതരൂപത്തിന്റെ നിലവിളി ആ നാട്ടിലെ ആൾക്കാരുടെ ഉറക്കം കെടുത്തി. അടുത്തുള്ള നാടുകളിലും ഇതൊരു ചർച്ചാവിഷയമായി മാറി. എല്ലാരും പോകാനായി മടിക്കുന്ന നാടായി മാറി ആ കൊച്ചുഗ്രാമം. പള്ളികളിലെയും ക്ഷേത്രങ്ങളിലെയും പ്രാർത്ഥനകൾ നിന്നു തുടങ്ങി. അജ്ഞാതരൂപത്തിന്റെ കാര്യം അടുത്തുള്ള ഗ്രാമങ്ങളിലും ഒരു ചർച്ചാവിഷയമായി മാറി. പേടിപ്പെടുത്തുന്ന ഓട്ടവും ശബ്ദവും നിലവിളിയും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയിരിക്കെ പുലർച്ചയിൽ ആ നാടിനെ ഞെട്ടിച്ച് കൊണ്ടിരിക്കെ ഒരു സംഭവമുണ്ടായി. അറിഞ്ഞോ, തെക്കേര് രാഘവൻ മുതലാളി മരിച്ചുപോയി. വാർത്ത കേട്ട് എല്ലാവരും ഞെട്ടി. ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലായിരുന്ന ആളായിരുന്നല്ലോ, പെട്ടെന്ന് ഇതെന്താണ് സംഭവിച്ചത്? അപ്പോഴാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നത്. കണ്ടിട്ട് ഇത് സാധാരണ ഒരു മരണമല്ല, ഒരു കൊലപാതകമാണ്. വളരെ ക്രൂരമായ കൊലപാതകം. രാത്രികാലങ്ങളിൽ ആരും പുറത്തിറങ്ങാതായി. ഗ്രാമത്തിലുള്ള എല്ലാവരും ഭയന്നു തുടങ്ങി. 2 ദിവസത്തിന് ശേഷം വീണ്ടും ഒരു സംഭവമുണ്ടായി. അറിഞ്ഞോ, വടക്കരെ ഗോപാലൻ നായർ മരിച്ചുപോയി. ഇന്നലെ പണി കഴിഞ്ഞ് വൈകുന്നേരം പൈസയും വാങ്ങി പോയവരാ ഞങ്ങൾ. അപ്പോൾ മുതലാളിക്കൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പോലീസുകാരുടെ പരിശോധനയ്ക്ക് ശേഷം റിപ്പോർട്ട് കിട്ടി. ഗോപാലൻ നായരുടെ തലയുടെ പുറകിലും മുറിവുണ്ട്, തല പൊട്ടിയിട്ടുമുണ്ട്. പിന്നെ 2 ദിവസത്തിന് മുമ്പ് രാഘവൻ മുതലാളിക്ക് സംഭവിച്ചതുപോലെ ഗോപാലൻ നായരുടെ നെഞ്ചിലും നഖം കുത്തിയിറക്കിയതിൻ്റെ പാടുണ്ട്. അങ്ങനെയാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ഇത് കേട്ട എല്ലാവരും ഞെട്ടിവിറച്ചു. ആരാണ്, എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്നോർത്ത് എല്ലാവരും ഒരുപോലെ പരിഭ്രാന്തിയിലായി. അപ്പോഴാണ് നാട്ടിലുള്ള തലമൂത്ത ഒരു മുത്തശ്ശീൻ്റെ ചിരി എല്ലാവരും ശ്രദ്ധിച്ചത്. മുത്തശ്ശി ചിരിക്കുന്ന എല്ലാവരും മുത്തശ്ശിയെ ശ്രദ്ധിച്ചു. ആൾക്കാരുടെയെല്ലാം ശ്രദ്ധ കണ്ട് മുത്തശ്ശി ഒരു കഥ പറയുന്നു. പണ്ട് മലയുടെ അപ്പുറത്ത് മേലേപ്പാട്ട് ഗ്രാമത്തിലെ പാവപ്പെട്ട ഒരു കുടുംബം താമസിച്ചിരുന്നു. ബാലനും ഭാര്യ രമയും അവരുടെ ഒരൊറ്റ പുത്രി സാവിത്രിക്കുട്ടിയും. വലിയ കഷ്ടപ്പാടിലും ദാരിദ്ര്യത്തിലുമാണ് അവർ കഴിഞ്ഞിരുന്നത്. അങ്ങനെയിരിക്കെ സാവിത്രിക്കുട്ടിയുടെ 18ാം പിറന്നാളിൻ്റെ അന്ന് കൂട്ടുകാർ സ്കൂളിൽ മാത്രം പറഞ്ഞു കേട്ടിട്ടുള്ള മലയുടെ അപ്പുറത്തെ സിറ്റിയിലേക്ക് കൊണ്ടുപോകണമെന്നും സിറ്റിയിലെ ഹോട്ടലിൽ കളിസ്ഥലത്തും കടൽ തീരത്തും പോവണമെന്ന് അവൾ അച്ഛനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചെന്നോ? എന്നിൽ അതിനുള്ള പണമില്ലല്ലോ എന്നോർത്ത് അയാൾ വിഷമത്തിലായി. കുഞ്ഞ് ആദ്യമായി ഒരു ആഗ്രഹം പറഞ്ഞതല്ലേ, അതോർത്തപ്പോൾ അയാൾ നാട്ടിലുള്ള പ്രമാണിമാരുടെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങി അങ്ങനെ കുട്ടിയുടെ ആഗ്രഹം സാധിച്ചു. പക്ഷേ വിചാരിച്ചതുപോലെ അയാൾക്ക് പണം തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. പറഞ്ഞ സമയത്ത് തിരിച്ചു കൊടുക്കാനാവാത്തത് കൊണ്ട് മുതലാളിമാരെല്ലാം ബാലൻ്റെ വീട്ടിൽ കയറി സാവിത്രിക്കുട്ടിയെയും ഭാര്യയെയും ഉപദ്രവിച്ചു. താൻ കുറച്ച് പൈസ കടം വാങ്ങിയതിൻ്റെ പേരിലാണോ ഇത്രയും അവരെ ഉപദ്രവിച്ചതെന്ന് താൻ ചോദിച്ചു. ദേഷ്യം വന്ന് മുതലാളിമാരിൽ ഒരാൾ പറഞ്ഞു, നീ പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞു. ഇനി വൈകിയാൽ ഭാര്യയും കുട്ടിയുമടക്കം ആ കൂരയിലിട്ട് കത്തിക്കും. ഇത് കേട്ട ബാലൻ കല്ലെടുത്ത് മുതലാളിയുടെ നെറ്റിക്ക് എറിഞ്ഞു. അയാൾ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് കുറച്ച് ആൾ ബാലനെ ഉപദ്രവിക്കാൻ തുടങ്ങി. മുതലാളി പറഞ്ഞു, ഇവനെ ആ പിന്നാമ്പുറത്തിട്ട് തല്ലിക്കൊല്ല്. ആ തള്ളയും മോളും ഇനി ഇവനെ കാണരുത്. അങ്ങനെ ബാലനെ ആ പിന്നാമ്പുറത്ത് കൂരയിലിട്ട് തല്ലിക്കൊന്നു. വിവരം അറിഞ്ഞ ഭാര്യയുടെ മാനസിക നില തെറ്റി. അവൾ ആത്മഹത്യ ചെയ്തു. താൻ കാരണമാണോ തൻ്റെ അച്ഛനിങ്ങനെ സംഭവിച്ചതെന്നോർത്ത് സാവിത്രിക്കുട്ടി
പൊട്ടി കരയാൻ തുടങ്ങി. അവളുടെ സങ്കടം കണ്ട് അവളുടെ മുത്തശ്ശി അവളോട് പറഞ്ഞു, തൻ്റെ അച്ഛൻ്റെ രക്തം വീണ ഈ മണ്ണിൽ തന്നെ ആ പ്രമാണിമാരുടെ രക്തം വീഴണം. എങ്കിലേ അച്ഛൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കും. ദേഷ്യം കൊണ്ട് ചുവന്ന സാവിത്രിക്കുട്ടി മുതലാളിമാരുടെ വീട്ടിലേക്ക് ചെന്നു. പക്ഷേ അവളെയും അവർ ക്രൂരമായി കൊന്നുകളഞ്ഞു. അവൾക്ക് ഈ ലോകത്തിനേക്കാൾ ഏറ്റവും വലുത് അച്ഛനും അമ്മയായിരുന്നു. അവരോടൊപ്പമുള്ള ജീവിതമായിരുന്നു. പക്ഷേ മരിച്ചു കഴിഞ്ഞും ഗതികെട്ടാത്ത ആത്മാവായി അവൾ അവിടെയൊക്കെ അലയാൻ തുടങ്ങി. തൻ്റെ അച്ഛനെ കൊന്ന ഓരോരുത്തരെയും അവൾ കൊല്ലാൻ തുടങ്ങി. എല്ലാവരുടെ മരണവും ഒരേപോലെ നെഞ്ചിൽ നഖം കൊണ്ട് കുത്തി ഇറക്കിയിരിക്കുന്നു. മേലേപ്പാട്ട് നടക്കുന്നത് തന്നെയാണ് ഇവിടെയും നടക്കുന്ന മരണം. ഈ ഭൂമിയിൽ ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ഗതികെട്ടാൽ അലയുന്ന സാവിത്രിയുടെ പ്രതികാരം.